ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രങ്ങൾക്ക് എങ്ങനെ എലഫന്റ എന്നൊരു പേര് വന്നു? എല്ലാ ഗുഹാക്ഷേത്രങ്ങളും ഭീമാകാരമായ ഒറ്റപ്പാറയിൽ നിന്ന് കടഞ്ഞെടുത്തതുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുരാതന കാലത്തെ ആളുകൾ എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കാം ഇത്തരത്തിലുള്ള വിദഗ്ധമായ ശില്പകലകൾ നിർമ്മിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഐസ് കാർവിംഗ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ കഠിനമായ പ്രയത്നമായിരിക്കും അഗ്നിപർവ്വത ലാവ കുറഞ്ഞുണ്ടായ പാറക്കെട്ടിലെ അണുവിട തെറ്റാതെയുള്ള ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും സംഭവിക്കാതെയുള്ള റോക്ക് കാർവിംഗ്. അതും ഇന്നത്തെ കാലത്തെ ആധുനിക ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള കാലത്ത്. എല്ലാ പ്രേക്ഷകർക്കും ചരിത്ര സംബന്ധമായ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ആദ്യത്തെ തുറമുഖ നഗരം എന്ന് പ്രസിദ്ധി ആർജിച്ച ലോഥൽ എന്ന ഹാരപ്പൻ നഗരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. എന്നാൽ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായി മുംബൈ മഹാനഗരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന എലഫന്റ ഗുഹാക്ഷേത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഭാരതത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈ മഹാനഗരത്തിന് കിഴക്ക് 10 കിലോമീറ്റർ അകലെയായി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഖരപുരി ദ്വീപിലാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള എലഫന്റ ഗുഹകൾ എന്ന പുരാതന ചരിത്ര വിസ്മയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ ഗുഹകളും പുരാതന കാലത്ത് ഒരു പാറക്കുന്നിൽ കൊത്തിയെടുത്തതാണ്. നമ്മൾ ഒരുപാട് കേട്ടറിഞ്ഞ അജന്ത, എല്ലോറ ഗുഹാക്ഷേത്രങ്ങളോട് നിർമ്മിതിയിൽ ചില സാമ്യതകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിർമ്മാണ കാലഘട്ടത്തിന്റെ കാര്യത്തിൽ എല്ലോറയിലെ ചില ഗുഹാക്ഷേത്രങ്ങൾക്കൊപ്പമാണ് ഇവിടെയും ക്ഷേത്ര നിർമ്മാണം നടന്നിട്ടുള്ളത്. ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രങ്ങൾക്ക് എങ്ങനെ എലഫന്റ എന്നൊരു പേര് വന്നു? 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഈ ദ്വീപിലേക്ക് വന്നപ്പോൾ ദ്വീപിന്റെ പ്രവേശന കവാടത്തിൽ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ആനയുടെ ശില്പങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവർ ഈ പ്രദേശത്തെ പോർച്ചുഗീസ് ഭാഷയിൽ ആന എന്നർത്ഥം വരുന്ന എലഫന്റ എന്ന് ചേർത്ത് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടുത്തെ ഗുഹാക്ഷേത്രങ്ങൾക്കും എലഫന്റ കേവ്സ് എന്നുകൂടി പേരുണ്ടായി. എലഫന്റ ഗുഹകളുടെ കൃത്യമായ ചരിത്രം ഇന്നും കുറച്ചൊക്കെ അവ്യക്തമാണ്. ഇവിടുത്തെ ചരിത്രം പ്രതിപാദിക്കുന്ന പോർച്ചുഗീസ് ഭരണകാലത്തെ ചില ചരിത്രരേഖകൾ നമുക്കിന്ന് ലഭ്യമല്ല. കൊങ്കണിലെ മൗര്യന്മാർ, ബദാമിയിലെ ചാലൂക്യന്മാർ, രാഷ്ട്രകൂടർ, ദേവഗിരിയിലെ യാദവർ, ഗുജറാത്തിലെ സുൽത്താൻമാർ, പോർച്ചുഗീസുകാർ, മറാഠികൾ, ശേഷം ബ്രിട്ടീഷുകാർ എന്നിങ്ങനെയായിരുന്നു കാലക്രമം അനുസരിച്ച് ഈ പ്രദേശം ഭരിച്ചിരുന്നത്. ഒരിക്കൽ കൊങ്കണിലെ മൗര്യന്മാരുടെ തലസ്ഥാന നഗരവും ഒരു പ്രധാന തുറമുഖവും ഇവിടെ ഉണ്ടായിരുന്നു. ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ എന്തുകൊണ്ടോ ഇടം പിടിച്ചിട്ടില്ലാത്ത ഭാരതത്തിലെ പുരാതന നിർമ്മാണ വൈദഗ്ധ്യത്തിന് മകുടോദാഹരണമായ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിനും ബാദാമിയിലെ ഗുഹാക്ഷേത്രങ്ങളുമായി എലഫന്റ ഗുഹകൾക്ക് കലാപരമായ ഒരുപാട് സാമ്യതകളുണ്ട്. ഒരു കാലത്ത് ഈ പ്രദേശം ഭരിച്ചിരുന്ന ശിവഭക്തരായിരുന്ന രാഷ്ട്രകൂട രാജാക്കന്മാരായിരുന്നു ഇവിടെ ഭഗവാൻ ശിവന് പ്രാധാന്യമുള്ള ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ഇവിടുത്തെ ഗുഹകളെ പ്രധാനമായും രണ്ടായി നമുക്ക് തരംതിരിക്കാം. ആദ്യത്തെ വിഭാഗത്തിലെ 5 ഗുഹകൾ ഹിന്ദു ക്ഷേത്രങ്ങളും രണ്ടാമത്തെ വിഭാഗത്തിൽ 2 ബുദ്ധമതപരമായ ക്ഷേത്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഈ ഗുഹകളിൽ ഉണ്ടായിരുന്ന ചുവർ ചിത്രങ്ങൾ ഇന്ന് തീരെ വ്യക്തമല്ല. എല്ലാ ഗുഹാക്ഷേത്രങ്ങളും ഭീമാകാരമായ ഒറ്റപ്പാറയിൽ നിന്ന് കടഞ്ഞെടുത്തതുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുരാതന കാലത്തെ ആളുകൾ എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കാം ഇത്തരത്തിലുള്ള വിദഗ്ധമായ ശില്പകലകൾ നിർമ്മിച്ചത്? ശരിക്കും നമുക്ക് ദേവശില്പി വിശ്വകർമാവിന്റെ പിന്മുറക്കാരായ അക്കാലത്തെ ശില്പികളെ അഭിനന്ദിക്കാതെ വയ്യ. അത്ര വിദഗ്ധമായ കൃത്യതയോടെയുള്ള കലാവിരുതുകളാണ് അവർ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ലാവയുറഞ്ഞുണ്ടായ കഠിനവും ഭീമവുമായ ഈ പാറക്കെട്ടുകൾ കടഞ്ഞെടുത്തത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഐസ് കാർവിംഗ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ കഠിനമായ പ്രയത്നമായിരിക്കും അഗ്നിപർവ്വത ലാവ കുറഞ്ഞുണ്ടായ പാറക്കെട്ടിലെ അണുവിട തെറ്റാതെയുള്ള ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും സംഭവിക്കാതെയുള്ള റോക്ക് കാർവിംഗ്. അതും ഇന്നത്തെ കാലത്തെ ആധുനിക ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള കാലത്ത്. പുരാതന കാലം മുതൽ AD 1534 പോർച്ചുഗീസുകാർ ഈ പ്രദേശത്തെ ഭരണം ആരംഭിക്കുന്നതുവരെ ഈ ഗുഹാക്ഷേത്രങ്ങളിൽ ഹൈന്ദവ ആരാധനകൾ നടന്നിരുന്നു. പിന്നീട് പോർച്ചുഗീസുകാർ ഈ ദ്വീപിനെ ഒരു കാവൽ ഗോപുരമായി ഉപയോഗിക്കുകയും അവിടെ പീരങ്കികൾ സ്ഥാപിക്കുകയും ചെയ്തു. അവർ ഇവിടുത്തെ ഗുഹാക്ഷേത്രങ്ങൾക്ക് തീരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. അവരുടെ സൈന്യം തോക്കുപയോഗിച്ചുള്ള പരിശീലനങ്ങൾ സ്ഥിരമായി അവിടെ നടത്തിയിരുന്നതിനാൽ പ്രധാന ക്ഷേത്രമായിരുന്ന ഒന്നാമത്തെ ഗുഹയിലെ ത്രിമൂർത്തി ശില്പം ഒഴികെയുള്ള എല്ലാ ശില്പങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിൽ എലഫന്റ ദ്വീപിലെ പൗരാണിക ആചാരാനുഷ്ഠാനങ്ങളും കലാപരമായ എല്ലാ നിർമ്മിതികളും ക്ഷയിച്ചുകൊണ്ടിരുന്നു.
അങ്ങനെ AD 14 നൂറ്റാണ്ട് മുതൽ AD 20 നൂറ്റാണ്ട് വരെ ഈ ഗുഹകളെല്ലാം തന്നെ കാട് പിടിച്ച് കിടന്നു. എന്നാൽ ഇന്ന് ഇവിടുത്തെ പ്രധാന ഗുഹയായ ഒന്നാമത്തെ ശിവക്ഷേത്രത്തിൽ നിത്യപൂജകൾ നടക്കുന്നുണ്ട്. മഹാശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. എലഫന്റ ഗുഹകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശില്പചാരുതയേറിയതും ഒന്നാമത്തെ ഗുഹയായ ശിവക്ഷേത്രമാണ്. ഈ ഗുഹയിൽ ഭഗവാൻ ശിവന്റെ പല രൂപത്തിലുള്ള ശില്പങ്ങളുണ്ട്. അതിന്റെ തെക്കേ ഭിത്തിയിൽ മഹാദേവന്റെ അവിസ്മരണീയമായ അഘോര, വാമദേവ, തത്പുരുഷ എന്നീ 3 ഭാവങ്ങൾ പ്രതിനിധീകരിക്കുന്ന 20 അടി ഉയരമുള്ള ത്രിമൂർത്തി ശില്പമുണ്ട്. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിലെ ഒരു പ്രശസ്ത ശില്പമായ കൈലാസപർവ്വതം എടുത്തുയർത്തുന്ന രാവണൻ അതേ രൂപത്തിലും ഭാവത്തിലുമുള്ള ശില്പമായി നമുക്കിവിടെയും കാണാൻ സാധിക്കും. കൈലാസത്തിലെ ശിവപാർവതി, അർദ്ധനാരീശ്വരൻ, കല്യാണസുന്ദരൻ, നടരാജൻ, പ്രധാന ശ്രീകോവിലിലെ ശിവലിംഗ പ്രതിഷ്ഠ എന്നിവയാണ് ഒന്നാമത്തെ ഗുഹാക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പങ്ങൾ. ഏതാണ്ട് 6000 ചതുരശ്ര അടിയാണ് അങ്കണങ്ങളും ചെറിയ അമ്പലങ്ങളും അടങ്ങിയ ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ വിസ്തീർണം. ഒന്നാമത്തെ വിഭാഗത്തിലെ മറ്റുള്ള ഗുഹകളെല്ലാം ചെറുതും തകർന്നതും ചിലത് പണികൾ പൂർത്തിയാക്കാത്തതുമാണ്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 2 ബുദ്ധ ഗുഹകളിലും കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടുത്തെ ഒരു ബുദ്ധ ഗുഹയെ ക്രിസ്ത്യൻ പള്ളിയായി മാറ്റുകയുണ്ടായി. 1970-ൽ ഈ ഗുഹകളുടെ അറ്റകുറ്റപ്പണികൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തുകയുണ്ടായി. ശേഷം 1987-ലാണ് യുനെസ്കോ ഈ ഗുഹാനിർമ്മിതികളെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇവിടെ പലപ്പോഴും ഖനനവും ഗവേഷണവും നടന്നിട്ടുണ്ട്. പുരാതന കാലത്ത് ഇവിടെ നിലനിന്നിരുന്ന ഇഷ്ടികകളുടെ അവശിഷ്ടങ്ങൾ, കൽഭിത്തികൾ, റോമൻ ആംഫോറസ്, പുരാതന നാണയങ്ങൾ, പുരാതന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ദ്വീപിലെ മോറോബന്ദർ പ്രദേശത്തിന്റെ വടക്കും കിഴക്കും തീരപ്രദേശങ്ങളിലെ മണലിൽ പോലും നിരവധി പുരാതന മൺപാത്ര അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ലഭിച്ച റോമൻ പുരാവസ്തുക്കൾ AD 4 നൂറ്റാണ്ട് മുതൽ 6 നൂറ്റാണ്ട് വരെ കാലപ്പഴക്കമുള്ളവയാണ്. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് പുരാതന കാലത്ത് ഖരപുരി ദ്വീപ് ഒരു പ്രധാന തുറമുഖമായിരുന്നുവെന്നും അക്കാലത്തെ റോമൻ സാമ്രാജ്യവുമായി സമുദ്രമാർഗം വ്യാപാരം നടത്തിയിരുന്നുവെന്നുമാണ്. നവി മുംബൈയിലെ ബേലാപൂർ കോട്ടയിൽ നിന്ന് ഖരപുരി ദ്വീപിലേക്ക് കടലിനടിയിലൂടെ ഒരു ഭൂഗർഭ തുരങ്കം ഉണ്ടായിരുന്നതായി ഇവിടെ പ്രദേശവാസികൾ വിശ്വസിക്കുന്നു. എലഫന്റ ദ്വീപിലെ ഷൻ ബന്ദർ, മോറ ബന്ദർ, രാജ് ബന്ദർ എന്നീ 3 ഗ്രാമങ്ങളിലായി 1000-ലധികം ആളുകൾ അധിവസിക്കുന്നു. ഇവരുടെ പ്രധാന വരുമാന മാർഗങ്ങൾ ഇവിടുത്തെ ടൂറിസത്തെ ആശ്രയിച്ചിരിക്കുന്നു. മുംബൈ നഗരത്തിലെ പ്രസിദ്ധമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലഫന്റ ദ്വീപിലേക്ക് നിരവധി സഞ്ചാര ബോട്ടുകൾ ഉണ്ട്. റിട്ടേൺ ഉൾപ്പെടെ ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഒരു വശത്തേക്കുള്ള യാത്ര തന്നെ 1 മണിക്കൂർ സമയമെടുക്കും. ആ യാത്രയിൽ തന്നെ മുംബൈ പോർട്ടിലെത്തുന്ന പല കപ്പലുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന് സാക്ഷ്യം വഹിച്ച താജ് ഹോട്ടലിന്റെ കടലിൽ നിന്നുള്ള ഒരു മനോഹര ദൃശ്യം കൂടി നമുക്ക് ലഭിക്കും. എലഫന്റ ദ്വീപിലെ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഗുഹാക്ഷേത്രത്തിലേക്ക് 30 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരമാണ്. ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എലഫന്റ ദ്വീപിലേക്കുള്ള ഫെറി സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും എലഫന്റ മുതൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വരെ ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 5:30 വരെയുമാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ദയവായി നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചരിത്ര സംബന്ധമായ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.